അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1278, സൂറത്തു തൗബ 7 മുതൽ 11 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. كيف يكون للمشركين عهد عند الله وعند رسوله إلا الذين عاهدتم عند المسجد الحرام فما استقاموا لكم فاستقيموا لهم إن الله يحب المتقين. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. اشتروا بآيات الله ثمنا قليلا فصدوا عن سبيله إنهم ساء ما كانوا يعملون. لا يرقبون في مؤمن إلا ولا ذمة وأولئك هم المعتدون. فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين ونفصل الآيات لقوم يعلمون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. كيف يكون للمشركين عهد. ബഹുദൈവാരാധകന്മാർക്ക് എങ്ങനെ കരാറുണ്ടാവാനാണ് ഇൻദല്ലാഹി അല്ലാഹുവിങ്കലും ഇൻദ റസൂലിഹി അല്ലാഹുവിന്റെ ദൂതന്റെ അടുക്കലും. ഇല്ലല്ലദീന ആഹത്തും ഇൻദൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് വെച്ച് നിങ്ങൾ കരാറുണ്ടാക്കിയ ഒരു കൂട്ടരൊഴിച്ച്, അഥവാ മക്കത്തെ മുശ്രിക്കൊഴിച്ച്, ഫമസ്തഖാമൂ ലക്കും, അവർ നിങ്ങൾക്ക് വേണ്ടി ശരിയായി നിലകൊള്ളുമ്പോഴെല്ലാം ഫസ്തഖീമൂ ലഹും, അവർക്ക് വേണ്ടി നിങ്ങളും ശരിയായി നിലകൊള്ളണം എന്ന് പറഞ്ഞാൽ കരാറ് പാലിച്ചവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളും ആ കരാർ അനുകൂലിച്ചു തന്നെ മുന്നോട്ട് പോകണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മാലുക്കളെ ഇഷ്ടപ്പെടുന്നവനാകുന്നു. കൈഫ, എങ്ങനെയാണ് അവർക്ക് കരാറുണ്ടാവുക? വൈ യൽഹറു അലൈക്കും, നിങ്ങളുടെ മേലിൽ അവർക്ക് വിജയമുണ്ടായാൽ ലാ യർഖുബു ഫീക്കും, നിങ്ങളുടെ വിഷയത്തിൽ അവർ പ്രതീക്ഷിക്കുകയില്ല, പരിഗണിക്കുകയില്ല. ഇല്ലൻ, കുടുംബബന്ധത്തെയോ വലാ ദിമ്മ, ഉത്തരവാദിത്തത്തെയോ അവർ പരിഗണിക്കുകയില്ല. യുർദൂനക്കും ബിഅഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ടവർ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു. വതഅബാ ഖുലൂബുഹും, യഥാർത്ഥത്തിൽ അവരുടെ മനസ്സ് നിങ്ങളോട് അടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. വഅക്സറുഹും ഫാസിഖൂൻ, അവരിൽ മിക്കവരും കുറ്റവാളികളാകുന്നു. ഇഷ്തറൂ ബി ആയാത്തില്ലാഹി സമനൻ ഖലീല, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് പകരം അവർ കുറഞ്ഞ വില വാങ്ങി. ഫസദ്ദു അൻ സബീലി, അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെയൊക്കെ അവർ തടയാൻ ശ്രമിച്ചു. ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ചീത്തയായ പ്രവർത്തനം തന്നെയാകുന്നു. ലാ യർഖുബൂന ഫീ മുഅ്മിനിൻ, സത്യവിശ്വാസിയുടെ വിഷയത്തിൽ അവർ പരിഗണിക്കുന്നില്ല, അവർ നിരീക്ഷിക്കുന്നില്ല ശരിയാവണ്ണം. ഇല്ലൻ, കുടുംബബന്ധത്തെയോ വലാ ദിമ്മത്തൻ, ഉത്തരവാദിത്തത്തെയോ. വഉലൈക ഹുമുൽ മുഅ്തദൂൻ, അത്തരക്കാർ അതിർ ലംഘിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അത് ഫൈൻ താബു, അങ്ങനെയുള്ള ആളുകൾ പശ്ചാത്തപിച്ചാൽ അഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുകയും ആതവു സക്കാത്ത, സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ ഫഇഖ്വാനുക്കും ഫിദ്ദീനി, അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാകും. വനുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ, അറിവുള്ള ജനങ്ങൾക്ക് വേണ്ടി ദൃഷ്ടാന്തങ്ങൾ നാം വിശദീകരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവ കഴിഞ്ഞ സൂക്തങ്ങളിൽ സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ അവരുമായി മുസ്ലിമീങ്ങൾക്ക് ബന്ധം ഒഴിവാകുകയാണ്, അവരുമായി നമുക്ക് പ്രത്യേകിച്ച് ബന്ധമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടി നിർദ്ദേശിച്ചല്ലോ. അതിന്റെ കാരണം അവിടെ വിശദീകരിച്ചിരുന്നു. എന്തായിരുന്നു അതിന്റെ കാരണം? അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനോടും റസൂലിനോടും കരാറുണ്ടാക്കിയിട്ട് ആ കരാറിന്റെ ലംഘനം കാണിച്ചു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഖ്യകക്ഷിയിൽപ്പെട്ടിട്ടുള്ള ഖുസാഅ ഗോത്രക്കാരെ
അവർ ഖുറൈശികൾ ബനൂ ബക്കർ എന്ന് പറയുന്ന അവരുടെ സഖ്യകക്ഷികളെ സഹായിച്ചുകൊണ്ട് കരാറിന് നേർലംഘനം നടത്തി എന്നർത്ഥം. അപ്പൊ അങ്ങനെ നേർലംഘനം നടത്തിയാൽ പിന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും നിലനിൽക്കുന്നില്ല. കരാർ അവർ തന്നെ പൊളിച്ചുകളഞ്ഞ സാഹചര്യമാണ് നിലനിൽക്കുക. പൊതുവിൽ മക്കത്തെ മുശ്രിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ കരാറുണ്ടാക്കിയതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മുശ്രിക്കിനും അതിന്റെ ആനുകൂല്യം ലഭിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് വെച്ച്, മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഹുദൈബിയയിൽ വെച്ചുള്ള സന്ധിയാണ്. കാരണം ഹുദൈബിയയും മസ്ജിദുൽ ഹറാമും തമ്മിൽ വളരെ അടുത്ത പ്രദേശമാണല്ലോ. ആ അർത്ഥത്തിൽ തൊട്ടടുത്തുള്ള ഒരു ലൊക്കേഷൻ പറഞ്ഞതാണ് മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് വെച്ച് എന്ന്, അല്ലാതെ പള്ളിയിൽ വെച്ച് കരാറുണ്ടാക്കിയെന്ന അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് എന്താന്ന് പറഞ്ഞത്. മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ വല്ലാതെ ദൂരമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിങ്ങൾ കരാറുണ്ടാക്കിയത്. അവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്, പക്ഷേ ആ കരാറ് നിലനിൽക്കുന്നുണ്ട്. എപ്പോൾ മാത്രം? ഫമസ്തഖാമൂലക്കും ഫസ്തഖീമൂലഹും, അവർ നിങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കുമ്പോഴെല്ലാം നിങ്ങളും അവരോട് നല്ല നിലയിൽ വർത്തിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ കരാറിന്റെ സ്പിരിറ്റ് അനുസരിച്ച് അവർ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അവരോടുള്ള കരാറ് നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ മക്കത്തെ മുശ്രിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറുണ്ടാക്കിയത് ഏകപക്ഷീയമായി അവരുടെ നന്മക്കും ഗുണത്തിനും വേണ്ടി മാത്രമാണ് എന്ന് ധരിക്കുന്നത് ശരിയല്ല എന്നർത്ഥം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ സൂക്തങ്ങളിൽ 4 മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്നും പിന്നീട് അക്രമകാരികളായിട്ടുള്ള ആളുകളെ യഥാവിധി കൈകാര്യം ചെയ്യുക എന്ന നിലപാടിലേക്ക് തന്നെ എത്തുമെന്നും സൂചിപ്പിച്ചിരുന്നുവല്ലോ. ആ സൂചിപ്പിച്ച കാര്യത്തിന്റെ സാങ്കത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ് ഇവിടെ. കരാറുണ്ടാക്കിയിട്ട് ആ കരാറിന് ലംഘനം കാണിക്കാതെ ശരിയായി നിലകൊണ്ട ആളുകൾ, ആ ആളുകളെ നിങ്ങൾ കരാറിന്റെ കാലാവധി തീരുന്നതുവരെ അവരുമായി കരാർ നിങ്ങൾ നിലനിർത്തണം. കരാറിന്റെ കാലാവധി 10 വർഷമായിരുന്നു. ആ കാലാവധി നിങ്ങൾ നിലനിർത്തണം. നേരത്തെ നമ്മൾ വിശദീകരിച്ചിരുന്നു. ബനൂ ലംബ്ര, അതേപോലെ കിനാന എന്നീ ഗോത്രങ്ങൾ അവര് ഖുറൈശികളുടെ സഖ്യകക്ഷികളിൽപ്പെട്ടവരും ഈ കരാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിർദിശയിൽ നിന്ന് മുസ്ലിമീങ്ങളോട് സമാധാന സന്ധിയിൽ ഒപ്പുവെച്ചവരുമായിരുന്നു. ആ 2 ഗോത്രങ്ങൾ ഒരിക്കലും സമാധാനത്തിന് ലംഘനമുണ്ടാക്കുകയോ അല്ലെങ്കിൽ കരാറിൽ മുസ്ലിമീങ്ങളെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. അവർ എക്സ്ട്രാ മാന്യന്മാരായി ആ കരാറിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ അവരോട് മാത്രമേ ഇപ്പോൾ എന്ത് നിലനിൽക്കുന്നുള്ളൂ? കരാറ് നിലനിൽക്കുന്നുള്ളൂ. അല്ലാത്തവരോടൊന്നും ഇപ്പം എന്ത് നിലനിൽക്കണില്ല? കരാറ് നിലനിൽക്കണില്ല. കാരണം അവരുമായുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് അള്ളാഹും റസൂലും ഒഴിഞ്ഞിരിക്കുന്നു എന്നാണല്ലോ 1-ാമത്തെ സൂക്തത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. അതാണ് ബനൂ ബക്കർ ഗോത്രത്തിന്റെ ഒപ്പം കൂടിയിട്ട് ഖുസാ ഗോത്രക്കാരെ ആക്രമിക്കാൻ മക്കത്തെ മുശ്രിക്ക് എപ്പോഴാണോ പരിപാടി തയ്യാറാക്കിയത്, അതോടുകൂടെ തന്നെ അവരുമായുള്ള കരാറ് ഓട്ടോമാറ്റിക്കലി എന്തായിട്ടുണ്ട്? പൊളിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കരാറിന് ലംഘനം കാണിക്കാത്ത ബനൂ ലംബ്രയും അതേപോലെ കിനാനയും ഇവരൊഴിച്ച് ബാക്കി എന്ന്. ബാക്കിയുള്ള ആരുമായും ഇപ്പോൾ എന്ത് നിലനിൽക്കുന്നില്ല? കരാറ് നിലനിൽക്കുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 4 മാസവും 4 മാസം അവർക്ക് സ്വൈരമായി സഞ്ചരിക്കാൻ സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞാൽ തീർച്ചയായും അവരെ കൃത്യമായി ചതിയന്മാരെ നേരിടുന്ന ശൈലിയിൽ തന്നെ നേരിടാനുള്ള നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇവിടെ മക്കത്തെ മുശ്രിക്കിന് ഒരു ധാരണയുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണത്? ഞങ്ങൾ മുഹമ്മദ് നബിയുമായി കരാറുണ്ടാക്കി. ആ കരാറൊക്കെ ഏകപക്ഷീയവും അതിന്റെ ബെനിഫിറ്റ് ഞങ്ങൾക്കുള്ളതുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് എപ്പോൾ വേണമെങ്കിലും കരാറിൽ വ്യവസ്ഥകൾ മാറ്റിത്തിരുത്താനോ പുതിയത് എഴുതി ചേർക്കാനോ ഒക്കെ സാധിക്കും എന്നവർ ധരിച്ചു വച്ചിരുന്നു. അങ്ങനത്തെ ഒരു ധാരണ ശരിയല്ല. കാരണം അത്തരത്തിലൊരു കരാറിന് അള്ളാഹുമോന്റെ റസൂലും വഴങ്ങിക്കൊടുക്കുമോ? ഏകപക്ഷീയമായ കരാറിന്. പക്ഷെ അവരങ്ങനെ ധരിക്കാൻ ചിലപ്പോൾ ചില കാരണങ്ങളുണ്ടാകും. അവരുടെ ആ കരാറിലുള്ള ചില വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾ കണ്ടാൽ തികച്ചും ഏകപക്ഷീയമാണെന്ന് തോന്നാം. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ആ കരാറിന് അംഗീകാരം കൊടുത്തതും അതിന് സമ്മതം മൂളിയതും എന്തുകൊണ്ടാണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആദർശപരമായിട്ടുള്ള വിശുദ്ധിയും ആദർശപരമായ ഇസ്ലാമിന്റെ പോളിസി ഫോളോ ചെയ്യാനുള്ള നിർബന്ധ ബുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ, അവരെ മാത്രമേ നമ്മൾ ഇസ്ലാമിന്റെ ഗണത്തിൽ പരിഗണിച്ചിട്ട് കാര്യമുള്ളൂ. ഉദാഹരണം, അന്നാ കരാറുണ്ടാക്കിയ കൂട്ടത്തിൽപ്പെട്ട ഒന്നായിരുന്നു, ഒരു വ്യവസ്ഥയായിരുന്നു. മക്കത്ത് നിന്ന്
മുസ്ലിങ്ങളായി ആരെങ്കിലും ഈ കാലയളവിൽ മദീനയിലേക്ക് വന്നാൽ അവരങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, അവരങ്ങൾ തിരിച്ചു മക്കത്ത് തന്നെ അയക്കണം. അതേസമയത്ത് മദീനയിലുള്ള ആരെങ്കിലും ഇസ്ലാം അടുത്തിട്ട് മക്കത്തേക്ക് വരികയാണെങ്കിൽ അവരെ മുശ്രിക്കുകളായി ഞങ്ങൾ തിരിച്ചയക്കൂല്ല. ഒറ്റയടിക്ക് കേട്ടാൽ വിചിത്രമെന്ന് തോന്നാം, അല്ലെ? തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള സംസാരമാണ് അവർ നടത്തിയത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബിമാർക്ക് ശരിക്കും ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. നബിയെ, നമ്മൾ സത്യത്തിലല്ല, എന്തിനാണ് ഇവരുടെ ഈ വായിൽ വന്നതൊക്കെ വിളിച്ചു പറയുന്നതിന് നമ്മൾ വഴങ്ങിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന അർത്ഥത്തിലൊക്കെ മഹാന്മാരായ സഹാബത്ത് എന്ത് ചെയ്തു? പ്രതിഷേധം അറിയിക്കുന്നു. പക്ഷെ മുത്തുനബിന്റെ ഹദറത്തിലായതുകൊണ്ട് മര്യാദയുടെ സീമ ലംഘിക്കാത്ത വിധത്തിലാവണം എന്നതുകൊണ്ട് പല്ലും കടിച്ചു പിടിച്ച് അവരൊക്കെ സഹിച്ച് നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ അത്തരം വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ചു. എന്താ അതിന്റെ കാരണം? സമാധാനം നിലനിൽക്കാൻ അത്തരം ഒരു വ്യവസ്ഥ അംഗീകരിക്കുന്നത് ഇസ്ലാമിന് നഷ്ടമൊന്നുമില്ല. എന്താപ്പോ? ഒന്ന്, മക്കത്തുനിന്ന് ഇസ്ലാം മനസ്സിലാക്കി ഇസ്ലാമിന്റെ സുതാര്യത ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ മദീനത്തേക്ക് വന്നാൽ അദ്ദേഹം ശരിക്കും ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടു വന്ന ആളല്ലേ? അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, തൽക്കാലം മക്കത്തേക്ക് തന്നെ പോകൂ, നമ്മുടെ ഈ കരാറിന്റെ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടി ഞങ്ങളുടെ കൂടെ ചേരാനുള്ള അവസരമുണ്ടാക്കി തരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ശരിയായ വിശ്വാസിയാണെങ്കിൽ അയാളെ സംഭവിക്കുമല്ലോ. അപ്പൊ അയാളെ മക്കത്തേക്ക് തന്നെ തിരിച്ചയക്കുന്നതുകൊണ്ട് മുസ്ലിമുകൾക്ക് പ്രത്യേകിച്ച് നഷ്ടവും നാശമൊന്നുമില്ല. അവർക്കും അതുകൊണ്ട് എന്തില്ല, നബി തങ്ങളുടെ ഒരു ഉപദേശം സ്വീകരിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടെ തങ്ങളെ കണ്ട ആത്മഹർഷത്തോടുകൂടെ അവർക്ക് തിരിച്ചു പോരാനും പറ്റൂ. അതേസമയത്ത് ഇസ്ലാം അടുത്തിട്ട് ഒരാൾ മദീനത്ത് നിന്ന് മക്കത്തേക്ക് വരികയാണെങ്കിൽ അവരങ്ങൾ മദീനത്തേക്ക് തന്നെ തിരിച്ചു തരണം എന്ന് മുസ്ലിമീങ്ങൾ ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾ തിരിച്ചു തരില്ല എന്ന് മക്കക്കാര് ഡിമാൻഡ് വെക്കുകയും ചെയ്തു. അതിന്റെ സംഗതി എന്താ? ഇസ്ലാമും അടുത്തിട്ട് ഒരാൾ ഇതൊന്നും അവിടെ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ അവനെ പിടിച്ചു വെച്ചിട്ട് എന്തു കാര്യം? ഒരു മനുഷ്യന്റെ ഇസ്ലാം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിന്റെ ക്വാളിറ്റി എന്താ? അതിന്റെ ക്വാളിറ്റി അവൻ മുസ്ലിമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ അംഗീകരിച്ച് ജീവിക്കുക എന്നതല്ലേ ആണ്. അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എനിക്കും അടുത്തു എന്ന് ഒരാൾ പറഞ്ഞാൽ പിന്നെ നമ്മളവനെ വെറുതെ വെച്ച് പോറ്റിയിട്ട് എന്തു കാര്യം? ഇസ്ലാമിന്റേതായിട്ടുള്ള എല്ലാ മതിൽക്കെട്ടുകളും തകർത്തു കളഞ്ഞ അവനെ ഇനി ഒരിക്കലും തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അവൻ ആ ശല്യം ഇവിടുന്ന് പോയി കിട്ടിയാൽ അതിനെന്തിനാണ് നമ്മൾ വെറുതെ ബേജാറാവുന്നത്? ഇതാണ് വാസ്തവത്തിൽ ആ കരാറ് പൊളിച്ചെഴുതുമ്പോൾ ഏകപക്ഷീയമെന്ന് തോന്നുന്ന പല കരാറുകളുടെയും അവസ്ഥ. എന്നാൽ ഇത്തരം സംഗതികളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് മക്കത്തെ മുശ്രിക്ക് ചിന്തിക്കുകയാണ്, മുഹമ്മദ് നബിയും ഞങ്ങളുമായിട്ടുണ്ടാക്കിയ കരാറ് അതെന്തെന്നെ ആയാലും അതിൽ ഏകപക്ഷീയമായി ഞങ്ങൾക്ക് എന്ത് കൂട്ടിച്ചേർക്കാനോ ഒക്കെ സാധിക്കുമെന്ന്. എന്നാൽ ഒരിക്കലും തന്നെ അങ്ങനെയല്ല. കരാറിന് ലംഘനം കാണിച്ചാൽ അവരുമായിട്ട് പിന്നെ നമ്മളെന്താവും? കരാറിന് ലംഘിച്ച ആളുകളായിട്ടുള്ള കരാറിന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഒഴിവാവും. അല്ലാതെ എന്ത് ചെയ്യില്ല, അതിങ്ങനെ പൂത്തിവെച്ച് അവരെ ചതിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കൂല. ഇസ്ലാമിന്റെ സുതാര്യമായ നിലപാടാണ്. അതാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. എല്ലാ മുശ്രിക്കുകൾക്കും വേണ്ടിയല്ല ഹുദൈബിയ സന്ധിയിലെ കരാറുണ്ടായത്, മറിച്ച് മക്കത്തെ മുശ്രിക്കുകളുടെ സഖ്യകക്ഷികളും മുസ്ലിങ്ങളുമായി ഉണ്ടായ കരാറാണ്. ആ കരാറിനനുസരിച്ച് അവർ നിലകൊള്ളുകയാണെങ്കിൽ മാത്രമേ അവരോടും അതേ നിലപാട് സ്വീകരിക്കേണ്ടതുള്ളൂ. അങ്ങനെ നിലപാട് സ്വീകരിച്ചവരോടൊക്കെ മുസ്ലിമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല സമീപനം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇസ്ലാമിനെ തകർക്കാനും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ നാശത്തിന് വേണ്ടി പണിയെടുക്കാനും ചരടുവലികൾ നടത്തിയാലും കരാറുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നമ്മൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? മക്കത്തെ മുശ്രിക്കിന്റേതടക്കമുള്ള മുശ്രിക്കളുടെ ഒരു പൊതു സ്വഭാവം എന്താ? കൈഫ, എങ്ങനെയാണ് അവരുമായി നമ്മുടെ കരാറ് നിലനിൽക്കുക? വയ്യൽഹറു അലൈക്കും, നിങ്ങൾക്കെതിരിൽ അവർക്കഥവാ മുശ്രിക്കുകൾക്ക് വിജയമുണ്ടായാൽ ലാ യർഖുബു ഫീക്കും ഇല്ലം വലാ ദിമ്മ, നിങ്ങളുടെ വിഷയത്തിൽ അവർ കുടുംബബന്ധമോ അല്ലെങ്കിൽ ഉത്തരവാദിത്തമോ ഒന്നും അവർ പ്രതീക്ഷിക്കില്ലാച്ചാൽ അതവർ കാര്യമാക്കില്ല. എന്ന് പറഞ്ഞാൽ അവർക്കാണ് വിജയം ലഭിക്കുന്നതെങ്കിൽ ആ വിജയം കിട്ടിയാൽ പിന്നെ നിങ്ങളെ തകർക്കാൻ എന്താണ് വഴിയെന്ന് കൃത്യമായി അവർ ആലോചിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിജയമുണ്ടാകുന്ന സമയത്ത് ആ വിജയത്തിന്റെ ആനുകൂല്യം പറ്റാൻ എന്തു ചെയ്യണമെന്ന നിലക്കുള്ള വാചകവടികൾ മാത്രമാണ് അവർ നടത്തുന്നത്. അതാണ് യുർലൂനകും ബിഅഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ട് അവർ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു, എന്നാൽ വതഅബഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അത് വിസമ്മതിക്കുകയും ചെയ്യുന്നു. മനസ്സിൽ നിങ്ങളോട് യാതൊരു സിമ്പതിയും അവർക്കില്ല. അവർ തക്കം കിട്ടിയാൽ അവർ നിങ്ങളെ പരമാവധി ദ്രോഹിക്കാനും ഉപദ്രവിക്കാനുമുള്ള സംവിധാനങ്ങളായിരിക്കും ഉണ്ടാക്കുക. വാക്സറുഹും ഫാസിഖൂൻ, അവരിൽ മിക്കവരും കടുത്ത തമ്മാടികളും
അതേപോലെ തന്നെ അതിക്രമകാരികളുമായിട്ടുള്ള ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവരേറ്റവും വലിയ കുഴപ്പമെന്താ? ഇഷ്തറൂ ബി ആയാത്തില്ലാഹി സമനം ഖലീല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് പകരം അവർ കുറഞ്ഞ വില വാങ്ങി എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന മഹത്തായ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ വിശുദ്ധിയും അത് അനുസരിച്ച് മുന്നോട്ടു പോകുന്നതിന്റെ ഗുണവുമൊക്കെ അവർക്ക് മനസ്സിലായിട്ടും ആ ഇസ്ലാമിന്റെ നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭൗതികമായ ചില അധികാരത്തിന്റെ സന്തോഷവും അതേപോലെ ജനങ്ങളുടെ ഇടയിലുള്ള ചില അവരുടെ അംഗീകാരങ്ങളും മാത്രം ലാക്കാക്കിയാണ് അവർ ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന സമീപനം സ്വീകരിച്ച്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലക്ക് വിടുന്ന ദുനിയാവിലെ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വിറ്റു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പോളിസി കൈയൊഴിക്കാൻ അവർ തയ്യാറായി. ഫസദ്ദു അൻ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് അവർ ജനങ്ങളെ തടയുകയും ചെയ്തു. ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വളരെ ചീത്തയായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥത്തിൽ ദയ അർഹിക്കുന്നില്ല. അവരുമായി മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുമായുള്ള ഒരു കരാറിലും യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്ന് അല്ലാഹു തആല ഉണർത്തി. അതുകൊണ്ടാണ് അല്ലാഹു നേരത്തെ ഈ സൂറത്തിന്റെ 1-ാമത്തെ സൂക്തത്തിൽ തന്നെ ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദതും മിനൽ മുശ്രിക്കീൻ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് അവരുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞത് എന്നർത്ഥം. അതാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് തുടർന്നൊന്നുകൂടി അല്ലാഹു വിശദീകരിച്ചു, ലാ യർഖുബൂന ഫീ മുഅ്മിനിൻ ഇല്ലം വലാ ദിമ്മ, സത്യവിശ്വാസിയുടെ കാര്യത്തിൽ അവർ യാതൊരു വിധത്തിലുള്ള കുടുംബ ബന്ധമോ അല്ലെങ്കിൽ മറ്റ് കരാറിന്റെ ഉത്തരവാദിത്തമോ ഒന്നും അവർ പരിഗണിക്കൂല. അവരതെന്ത് ചെയ്യൂല, അത് കാര്യമാക്കില്ല. അവർക്ക് വല്ല സംവിധാനവും നിങ്ങളെ തകർക്കാൻ കിട്ടിയാൽ ആ സന്ദർഭം അവർ ശരിയാവണ്ണം വിനിയോഗിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങളുമായി കരാറുണ്ടായിരുന്നുവല്ലോ, അവരെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൂടല്ലോ എന്ന ഒരു മനുഷ്യപ്പറ്റുള്ള ചർച്ച പോലും അവർ നടത്തുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരക്കാരായ ആളുകളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയും ഉലൈക ഹുമുൽ മുഅ്തദൂൻ, അവർ അതിരുവിട്ടുപോയവരാണ്, അഥവാ എല്ലാ പരിധിയും ലംഘിച്ചവരാണ്. ഓരോ വിഷയത്തിലും മനുഷ്യൻ അവന്റെ നിത്യജീവിതത്തിൽ ചില മാന്യതകൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ ഓരോരുത്തരോടും ഓരോ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള മാന്യമായ നിലപാടുകളൊന്നും ഈ കക്ഷികളുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാധീനമോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള വിജയമോ ലഭിച്ചാൽ നിങ്ങളെ അവർ ശരിക്കും കൈകാര്യം ചെയ്യുന്ന സമീപനം തന്നെയായിരിക്കും സ്വീകരിക്കുക. കാരണം നേരത്തെ അവർക്ക് സ്വാധീനമുണ്ടായപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരവരുടെ കുടുംബക്കാരാണെന്ന് നോക്കിയിട്ടില്ല. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുമായിട്ട് അവരെന്തൊക്കെ കരാറുണ്ടാക്കിയോ ആ കരാറിലും അവർക്ക് സ്വാധീനമുള്ളപ്പോൾ അവർ ആ കരാറിന്റെ ലംഘനം നടത്തി. എന്നാൽ ഇപ്പൊ കാര്യം അങ്ങനെയല്ല. കഥ ഒരുപാട് മാറിയിരിക്കുന്നു. ഇപ്പം മക്കം ഫതഹായിരിക്കുന്നു, അഥവാ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭാഗമായിരിക്കുന്നു. മുശ്രിക്കുകളുടെ ശക്തി നന്നായി ക്ഷയിച്ചിരിക്കുന്നു. അപ്പൊ ഈ ശക്തി ക്ഷയിച്ച സമയത്തും അവര് നിങ്ങളെ തകർക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അവര് നോക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യേണ്ടതില്ല, പരിധിക്കപ്പുറം വളഞ്ഞു കൊടുക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിരിക്കുകയാണ്. എന്നാൽ അവരങ്ങനെയൊക്കെ അക്രമങ്ങളൊക്കെ കാണിച്ച് മുന്നോട്ട് പോയവരാണെങ്കിലും അവർക്കൊരു വിവേകമുണ്ടാവുകയും അവര് റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കാനും നേരത്തെ സഞ്ചരിച്ച അബദ്ധങ്ങളിൽ നിന്ന് സുബദ്ധങ്ങളിലേക്ക് നടന്നു കയറാനും അവർ തയ്യാറാവുകയാണെങ്കിൽ അവരെയും നമ്മൾ ഇന്ത്യയിലെ മാറ്റി നിർത്തൂല. അതാ ഫൈൻ താബു, അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായ അരുതായ്മകളും അബദ്ധങ്ങളും സ്ഖലിതങ്ങളുമെല്ലാം അവർ പശ്ചാത്തപിച്ച് നന്നാകാൻ തീരുമാനിച്ചാൽ വാഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുകയും ചെയ്താൽ, പശ്ചാത്തപിച്ചു എന്നതിന്റെ ബാഹ്യമായ പ്രകടമായ തെളിവാണ് അവർ നിസ്കരിച്ച് കാണിച്ചു തരുന്നത്. അങ്ങനെ നിസ്കാരം നിലനിർത്തുകയും ചെയ്താൽ, വാതൗ സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ, ഫയഖ്വാനുക്കും ഫിദ്ദീനി, അവർ നിങ്ങളുടെ മത സഹോദരങ്ങൾ തന്നെയാണ്, മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ് അവർ. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അവരെ സംശയദൃഷ്ടിയോടെ നോക്കേണ്ടതില്ല. അവര് ശരിയാവണ്ണം ഒരു കൃത്യമായ റൂട്ടിലാണുള്ളത് എന്ന് തന്നെ നല്ല ഉദ്ദേശം തന്നെയാണ് അവരെ കുറിച്ച് വെച്ചു പുലർത്തേണ്ടത്. വനുഫസ്സിലുൽ ആയാത്തിനി ഖൗമി യഅലമൂൻ, അറിവുള്ള ജനങ്ങൾക്ക് വേണ്ടി നാം ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ച് തരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ആ നിയമങ്ങളെ തകർക്കാനും അതിനെ വെല്ലുവിളിക്കാനും ശ്രമിച്ചിട്ടുള്ള ആളുകൾ, ആ ആളുകൾക്ക് സ്വാധീനവും ശക്തിയും ഉണ്ടാകുമ്പോഴൊക്കെ ഇസ്ലാമിനെ തകർക്കാൻ എങ്ങനെ സാധിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അവർ. അവിടെ കുടുംബബന്ധം അവർക്കതിന് തടസ്സമായിരുന്നില്ല. അതേപോലെ തന്നെ മറ്റേതെങ്കിലും നിലക്കുള്ള കരാറുകൾക്ക് തടസ്സമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വാധീനമുണ്ടാകുമ്പോൾ
നിങ്ങളൊരിക്കലും തന്നെ അവരെ പരിധിക്കപ്പുറം വിശ്വസിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു നല്ലത് ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.